ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് നാളായിട്ട് നമ്മളെ കബോർഡിൽ ഉണ്ടായിട്ടുള്ളൊരു നൈറ്റിയാണ്. മാക്സി എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ഐറ്റം വെച്ചിട്ട് എനിക്കും കുഞ്ഞുമാക്കും മോം ഡോട്ടർ കോംബോയിൽ ഡ്രസ്സ് എങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് സൈസിന് കണക്കായിട്ട് എക്സ്ട്രാ കുറച്ച് മാത്രം നിർത്തിക്കൊണ്ട് ഞാൻ നൈറ്റി പീസിൽ നിന്ന് ഒരളവിനുള്ള ഡ്രസ്സ് വെച്ചിട്ട് കറക്റ്റ് അളവിന് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ പോർഷൻ, അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഡിസൈനർ വരെ പോലെ ഇതുപോലത്തെ ഒരു സംഭവമാണ് ഉണ്ടായത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതി മാറ്റിയപ്പോൾ കുഞ്ഞി പെണ്ണിനെയും കൂടി ഡ്രസ്സ് അടിക്കാൻ പറ്റിയൊരു അടിപൊളി ഐഡിയ കണ്ടു. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതുപോലുള്ളത് ഇപ്പം കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു നൈറ്റീൻ്റെ മോഡലാണ്. അപ്പോൾ ഓൾറെഡി ആ ഒരു നൈറ്റി ഉണ്ടായത് ഇതുപോലെയാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എടുത്ത വീഡിയോ കാണുന്നില്ല, അതാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ നൈറ്റീൻ്റെ ലുക്ക് ഉണ്ടായത് ഇതുപോലെ ആയിരുന്നു കേട്ടോ. അത് നല്ല ഫ്രില്ലൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുണ്ടായത്. അത് നല്ല നീറ്റായിട്ട് തുണിയൊന്നും കട്ടായിട്ട് പോവാണ്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ ഇളക്കിയെടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലുള്ള ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് മാറ്റിയപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു കുഞ്ഞു കുപ്പായത്തിൻ്റെ പോലത്തെ ഒരു ഡിസൈൻ കിട്ടി. അപ്പോഴാണ് കുഞ്ഞു പെണ്ണിനും കൂടി ഒരു ഡ്രസ്സ് ഇതിൽ നിന്ന് തയ്ച്ചെടുക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ചത് കേട്ടോ. കാരണം ഇത് സ്ലീവായിട്ട് വന്നിട്ടുള്ളൊരു ഭാഗമാണ്, അതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ കൊടുത്തുള്ള ഡിസൈനാണ്. ഇങ്ങനെ ആക്കിയപ്പോൾ കുഞ്ഞു പെണ്ണിന് സ്ലീവായിട്ടും നമ്മുടെ നോർമൽ നൈറ്റിയുടെ സ്ലീവാണ് അതിൻ്റെ ബോഡി പോർഷനായിട്ട് മാറിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ല് വെച്ചിട്ട് സെറ്റാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എനിക്കും മോൾക്കും ഒരുപോലെ ഒരു കോംബോ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാമല്ലോ എന്ന് കരുതി ഇത് കട്ട് ചെയ്യുന്നത് വരെ എനിക്ക് മാത്രമാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ഇതൊരു ലക്കിന് കിട്ടിയിട്ടുണ്ടായ ഒരു ഐഡിയ കേട്ടോ, അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മോം ഡോക്ടർ കോംബോ ഒക്കെ ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതുപോലുള്ള നൈറ്റി കൊണ്ടും നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഈ രീതിയിൽ നമ്മൾ മടക്കിയതിന് ശേഷം അതിൻ്റെ ബോഡി പോർഷനൊക്കെ സെറ്റാക്കുവാണ് വേണ്ടത്. അതിന് മുന്നേ ആയിട്ട് അതിന് ചെറിയൊരു പോർഷൻ നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഷേപ്പിന് മാത്രം നിർത്തിക്കൊണ്ട് നല്ല അളവിനുള്ള ടോപ്പ് മാത്രം വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയുടെ ആ ഒരു കുറച്ച് പോർഷനെങ്കിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. അത് കുഞ്ഞു പെണ്ണിനെ നമുക്ക് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ചെറിയൊരു താഴത്തെ പോർഷനും കൊണ്ടേ ഉണ്ടാക്കാം. പക്ഷേ ചെയ്യുന്നതിനിടയിൽ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു, അതും കൂടി കാണിച്ചു തരാം. മാക്സ് നല്ല രീതിയിൽ ചുളിഞ്ഞതുകൊണ്ട് ഞാനില്ലേ ഇസ്തിരി ഇട്ട് അയൺ ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നോക്കി, ചെറുതായിട്ടൊരു പണി കിട്ടി. അമ്മാണ്ട് തന്നെ കൊല്ലും. ഞാൻ കാണിച്ചു തരാം. ഞാൻ ബെഡിൽ വെച്ചിട്ട് അയൺ ചെയ്തതാണ്. ഇപ്പം നോക്കി ഇവിടെ ഒരു സംഭവം കണ്ടോ, ഇതിൻ്റെ കവറില്ലേ, ബെഡിൻ്റെ കവറ് ഇതുമായിട്ട് ഒട്ടി, ബെഡ്ഷീറ്റുമായിട്ട് ഇത് പറിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, കണ്ടോ? അമ്മിങ് വന്നേ, അമ്മിങ് വന്നേ, അമ്മിങ് വന്നേ. ഒരു കാര്യം കാണിച്ചതാലോ അമ്മേ, ഇത് നോക്കിയേ. അമ്മിങ്ങ പപ്പ അമ്മി മാച്ച് മാച്ച്. ഒരു കാര്യം കാണിച്ചൊന്നും ചീത്ത പറയാൻ പാടില്ല. ഇതൊക്കെ ചെറുതായിട്ട് കത്തിപ്പോയി. അപ്പോൾ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചത് കൊണ്ടാണെന്നൊന്നും അറിയില്ല, വലിയൊരു കലം വന്ന് വലിയൊരു വഴക്കുന്ന് ഒഴിവായിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഉടുപ്പ് കാണുന്ന രീതിയിൽ നമ്മൾ നിർത്തിക്കൊണ്ട് കുഞ്ഞു ഞെറി വിട്ട് കൊടുത്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ തന്നെ ആ ഒരു വൈഡായിട്ട് നിൽക്കുന്ന പോർഷൻ, ആ ഒരു നെക്കായിട്ട് നമുക്ക് കിട്ടുന്ന പോർഷനൊക്കെ ക്ലോസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കുഞ്ഞു പെണ്ണിൻ്റെ തല കയറുന്ന രീതിയിൽ എത്രയാണോ വേണ്ടത് അത് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയൊക്കെ ഇതുപോലെ നമ്മളൊന്ന് ഫ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കുഞ്ഞു ഉടുപ്പ് പോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ഒരു സൈഡ് 3 എണ്ണം ബാക്ക് സൈഡ് 2 എണ്ണം വെച്ചിട്ടാണ് ഫ്രില്ലിട്ട് കൊടുത്തത്. അങ്ങനെ ഒരേ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗം ഞാൻ ഒരു ഭാഗം മാത്രമാണ് കാണിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ കത്രിക ഒന്ന് വെച്ചിട്ട് ചെയ്തെടുക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടും പിന്നെ നോർമലി കത്രിക എവിടെ വെച്ചാലും കാണാത്തത് കൊണ്ടും ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ വലിയ കത്രിക ആയതുകൊണ്ട് തന്നെ ത്രെഡ് മുറിക്കാൻ വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്യാറില്ല കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഒരു സൈഡും കൂടി അടിച്ചിട്ട് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു സൈഡ് അടിച്ചതിന് ശേഷമാണ് കംപ്ലീറ്റ് ഇതുപോലെ കുഞ്ഞു 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 ഫ്രില്ലിട്ടിട്ട് ആ ഒരു താഴത്തെ പോർഷനും കൂടി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം ഇതുപോലെ അടിച്ചു കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത വശം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ എപ്പോഴും ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം ഇതുപോലെയുള്ള ഞെറിവും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാൻ കേട്ടോ. ഒരുപാടൊന്നും ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇതിൽ നിന്ന് വലിയൊരു പോർഷൻ എനിക്ക് എൻ്റെ ഡ്രസ്സ് എനിക്കുള്ള ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ പീസ് മാത്രമാണ് ബാക്കി ഉണ്ടായത്. അതിൽ നിന്നാണ് കുഞ്ഞിപ്പെണ്ണിനും കൂടി ഞാനൊരു ഡ്രസ്സ് ഒപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സൈഡും കൂടി അടിച്ച് കൊടുത്തിട്ട് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. ഇടയിൽ ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കുഞ്ഞൻ ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു സ്ലീവിൻ്റെ അറ്റത്തെ കൂടെ മടക്കി അടിച്ചിട്ടുള്ള പോർഷൻ കേട്ടോ. ആ ഒരു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു ടൈ പോലത്തെ സംഭവം ഉണ്ടാക്കാൻ യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടി സെറ്റായപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉടുപ്പായിട്ട് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അടിപൊളി കോട്ടൺ ഉടുപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ കാര്യങ്ങൾ ഞാൻ റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അഡീഷണൽ ക്ലോത്ത് ഒന്നും വെക്കാണ്ടാണ് ഈ ഒരു ടോപ്പ് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെക്ക് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ചെറുതായിട്ട് പെറ്റിക്കോട്ടൊക്കെ ഇപ്പോൾ തയ്ക്കുന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ നോർമൽ ടോപ്പൊക്കെ തയ്ക്കുന്ന ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ. അപ്പോൾ ആദ്യം തന്നെ 2 പീസ് ഇതുപോലെ മടക്കി തയ്ച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഇതോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം, ഇതുപോലെ നമ്മൾ ക്ലോത്ത് തന്നെയാണ് മടക്കി തയ്ച്ച് കൊടുക്കുന്നത് എങ്കിൽ കുറച്ച് നെക്ക് നമ്മൾ അളവിനെടുക്കുന്ന നെക്കിനേക്കാൾ കുറച്ചും കൂടി ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നാൽ മാത്രമേ അത് മടക്കി തയ്ക്കുമ്പോൾ ആ ഒരു കറക്റ്റ് അളവിന് കിട്ടുള്ളൂ. എന്നിട്ട് കംപ്ലീറ്റ് നമ്മൾ നെക്കൊക്കെ അടിച്ചതിന് ശേഷം 2 പീസും കൂടി ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്ത് കൊടുത്തു. അതിന് ശേഷമാണ് തോൾക്കുഴി വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇവിടെ ഇതുപോലെ ഒരു ഫ്രില്ലിട്ടിട്ടാണ് ഇത് സെറ്റാക്കിയത്. ചെറിയൊരു കുഞ്ഞൊരു 1 2 3 രീതിയിൽ. ഇത് പക്ഷേ നമുക്ക് വർക്ക് ആവുന്നില്ല. ഇതിങ്ങനെ വൈഡായിട്ട് പോകുന്ന കഴുത്ത്. അപ്പം ഞാൻ ഒരു ട്രിക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ഒന്ന് അയക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഈ ഒരു ഉടുപ്പ് ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഇടിപ്പിക്കുന്ന രീതിയിൽ തന്നെ സെറ്റാക്കും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡ്രസ്സിന് ചെറിയ പണി കിട്ടി. അത് വൈഡായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള ഫ്രില്ല് പോലത്തെ ഫ്രണ്ടിലുള്ളതൊക്കെ അയച്ചു. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഞാനൊന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അഡ്ജസ്റ്റബിളാണ്. മോളിടുമ്പോൾ തന്നെ അത് വലിഞ്ഞ് ടൈറ്റായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് കംപ്ലീറ്റ് അഴിച്ചതിന് ശേഷം ഇതുപോലെ നെക്കിൻ്റെ 2 സൈഡിലും ആ ഒരു കുഞ്ഞൻ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളുടെ ഒരു വയറൊക്കെ വരുന്ന ആ ഒരു പോർഷനിലും കൂടി ചെറിയൊരു ഇലാസ്റ്റിക് വെച്ച് കൊടുത്തു. അത് കുറച്ചും കൂടി അടിപൊളി ലുക്ക് തരാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ. എന്തായാലും ഒരു നൈറ്റിന്ന് എനിക്ക് മോക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോട്ടൺ ഡ്രസ്സാണ്, സുഖമുണ്ട് നല്ല രീതിയിൽ ചൂടത്തിടുമ്പോൾ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെ നൈറ്റിയൊക്കെ ചുമ്മാ ഇരിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞു വാവക്കും അമ്മക്കൊക്കെ ഡ്രസ്സ് തയ്ക്കാൻ ഒരൊറ്റ നൈറ്റി മാത്രം മതി. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവരുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലൊക്കെ ഇഷ്ടമായില്ലെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. സീ യു, ടേക്ക് കെയർ.